ഇവിടെ നമ്മളെല്ലാം അപകടത്തിലാണെന്നുള്ള ചിന്തയിലേ മുത്തശ്ശൻ അവിടെ പട്ടിണി കിടക്കും. അതാ മുത്തശ്ശന്റെ സ്വഭാവം. ആ പാവത്തിനെ വെറുതെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. അവിടെ കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൃന്ദ നമ്മളോട് പറയാതിരിക്കോ? വൃന്ദമോളുടെ ശബ്ദത്തിന് ഒരു പതർച്ച ഉണ്ടായിരുന്നോ? എന്റെ മനസ്സിന്ന് ഞാൻ കണ്ട കാഴ്ച മായുന്നതേയില്ല. കിരണ് എന്തോ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ വൃന്ദമോള് പറയുന്നു അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ശ്രീദേവി, ഞാൻ കണ്ട കാഴ്ച ശരിയല്ലാതായി പോയത് എന്തുകൊണ്ടായിരിക്കും? ചിന്തകളുടെ മൂർച്ച കുറയുകയാണോ? കാണുന്ന കാഴ്ചകൾക്ക് മങ്ങല് ബാധിച്ചു തുടങ്ങിയോ? എനിക്ക് എന്താ സംഭവിക്കുന്നത്? വല്യച്ഛന്റെ കാഴ്ചക്ക് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. കിരണിനെ പറ്റി വല്യച്ഛന് അങ്ങനെ ഒരു തോന്നലുണ്ടായെങ്കിൽ അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കേണ്ടതല്ലോ. നമ്മളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതുകൊണ്ട് കിരണിനി മുതല് ശ്രദ്ധിച്ചോളും. ഇല്ല ശ്രീദേവി, നീ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നമ്മുടെ 5 കുട്ടികൾക്കും ചില ഗ്രഹവീഴ്ചകളുണ്ട്. അത് മനസ്സിലായതുകൊണ്ടാണ് അവർക്ക് മഹാശിവലിംഗ പൂജ ഞാൻ നിർദ്ദേശിച്ചത്. എന്നിട്ടും വല്യച്ഛൻ എന്തിനാ അവരെ ഓർത്ത് ആശങ്കപ്പെടുന്നത്? ആ പൂജയ്ക്ക് ശേഷം എന്തോ ഒരു അപശ്രുതി ഉണ്ടായിട്ടുണ്ട്. അപശ്രുതിയോ? അതെന്താണെന്ന് വല്യച്ഛന് മനസ്സിലാവുന്നില്ലേ? 3-4 ദിവസമായി ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴെല്ലാം ഒരു പുകമറ എന്റെ കാഴ്ച മറയ്ക്കുന്നു. ആ പുകമറയുടെ ഉറവിടം വ്യക്തമല്ല. പക്ഷേ ഞാൻ ചില കാഴ്ചകൾ കാണരുതെന്ന് ആരോ ആഗ്രഹിക്കുന്നു. ആ കുട്ടികൾക്ക് ആപത്ത് വിട്ടുമാറിയില്ലേ? പൂജയ്ക്ക് ശേഷം കുട്ടികൾക്ക് അസ്വാഭാവികമായി എന്തെങ്കിലും തോന്നിയതായി അവരാരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും എന്നോട് അവരാരും പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് ചോദിക്കണോ? വേണ്ട, അവരോട് അങ്ങോട്ട് ചോദിച്ച് അവരെ ടെൻഷനാക്കണ്ട. പൂജയ്ക്കിടയിലോ ശേഷമോ എന്തെങ്കിലും അപശ്രുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ആവശ്യമായ പരിഹാരക്രിയകൾ ചെയ്തു തുടങ്ങാം. ശിവനെ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഡോക്ടർ. പ്രശ്നങ്ങളില്ല എന്ന് ഒരു വാദത്തിന് വേണ്ടിയോ നമുക്ക് സ്വയം ആശ്വാസം കൊള്ളാനോ പറയാം. റിയാലിറ്റി അതല്ലല്ലോ. ഇവിടെ ചില പ്രശ്നങ്ങളില്ല എന്ന് മാഡത്തിന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? പ്രശ്നങ്ങളില്ല എന്നല്ല, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലേ? മേഡം എന്താ ഈ പറയുന്നേ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന മൃദുല എന്ന പെൺകുട്ടി ഇപ്പോഴും ഭയത്തിന്റെ നിഴലില്ല. ഇതുവരെ ആ കുട്ടി നോർമൽ മൂഡിലായിട്ടില്ല. അതിനിടയിലാ വീണ്ടും അതേ സംഭവം ആവർത്തിച്ചതായി അടുത്തൊരു വാർത്ത വരുന്നത്. അത് പ്രശ്നമില്ല ഡോക്ടർ. ഞാൻ കിരണിനെ നേരിട്ട് കണ്ട വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അല്ല, ആക്ച്വലി കിരൺ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചതായി ആ കുട്ടി പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായതായി കിരൺ പറഞ്ഞില്ല. കാല് തന്നെ വീണതാണെന്നാ എന്നോട് പറഞ്ഞത്. ഓ, ഭാഗ്യം. ആ കുട്ടിക്ക് മൃദുലയെ പോലെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായില്ലല്ലോ. കിരൺ പറഞ്ഞത് വിശ്വസിക്കാലോ അല്ലേ മേഡം? അല്ല, അതോ ഇനി ഇതിന്റെ പിന്നിൽ വേറെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇഷ്യൂസ് എന്ന ഡോക്ടർ എന്താ ഉദ്ദേശിച്ച്? ഇവിടുത്തെ കുട്ടികൾ തമ്മിലുള്ള വഴക്കാണോ ഡോക്ടർ ഉദ്ദേശിച്ചത്? അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എനിക്കൊന്ന് കിരണിനെ നേരിട്ട് കാണാൻ പറ്റുമോ? അതിനെന്താ, കാണാലോ. വരൂ ഡോക്ടർ. മേഡം, ആ സെക്യൂരിറ്റി വീണ്ടും നാട്ടിൽ പോയോ? ഇല്ല, അമ്പിളി ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ ഡോക്ടർ?
അല്ല, ഈ അമ്പിളി ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടാ പോകുന്നേ? സെക്യൂരിറ്റി സീറ്റിൽ പല സമയത്തും അവരെ കാണാറില്ലല്ലോ. അതെന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോയതായിരിക്കും.